അതെല്ലാം അടിച്ചു കഴിഞ്ഞാ എങ്ങടെ അടുത്ത ട്രിപ്പ്? ജീവിതത്തിലെ ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് നല്ല രീതിയിൽ പൊലിവ് ഉണ്ടാവും കേട്ടോ. ഒന്നും വിചാരിക്കരുത്. സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനി എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. വല്ലാണ്ട് ഗ്ലാമർ ഒക്കെ ഉണ്ടടാ. കമ്മി ഗ്ലാമർ മതി അച്ചക്ക്. എന്റെ വാച്ച് നോക്കില്ല, ഒക്കടെ വാച്ച് നിങ്ങൾക്ക് ഒക്കെ വാച്ചുണ്ട്, എനിക്ക് മാത്രം വാച്ചില്ല. ഇക്കൂല്ല. അമ്മൂട്ടിക്ക് പഴയതെങ്കിലും ഇല്ല. എന്റെ അവസ്ഥ ഒക്കെ എനിക്ക് മാത്രം വാച്ചില്ല. എന്റെ തലയിലുള്ള റിബൺ കുഞ്ഞിക്ലിപ്പ് കണ്ടിട്ട് എന്റെ അച്ചൂസിനെ കളിയാക്കണയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടനെ ആദ്യമാണ് ഇങ്ങനെ ചുള്ളനാക്കിയിട്ടുള്ളത്. ഏട്ടൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു ഷൂവും സോക്സും ഒക്കെ ഇടണം കേട്ടോ. അച്ഛനെ ഒരുക്കിയോണ്ട് തന്നെ ആദ്യത്തെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുക്കാണ് ഓന്റെ പുറപ്പെടൽ കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മള് പോവാൻ നേരത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കാലെ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അപ്പൊ നമ്മളതെല്ലാം കഴിഞ്ഞത് തിരിച്ചു ഓട്ടോയിലാണ് നമ്മള് ബസ് സ്റ്റാൻഡ് വരത്തേക്കും പോയത്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് വരത്തേക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ് കയറി ഇനി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഇവിടം വരത്തേക്ക് ഓട്ടോയിൽ വരാം. അപ്പൊ 1,600 രൂപയൊക്കെ ആവും തോന്നുന്നു ഓട്ടോ ചാർജ്. ഇതാകുമ്പോ ചെറിയൊരു പൈസയില് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താലോ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ റിസ്ക് ഒന്നും ഇല്ല, കാശും ചെലവും ഇല്ല എന്നോർത്ത് ഇതാ നമ്മൾ അത്തരത്തിൽ പ്ലാനൊക്കെ ഇട്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഉണ്ണികളും ഒക്കെ എന്തോരം വലിപ്പല്ല, എന്തൊരു ഭംഗിയാ കാണാൻ. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ പട്ടി ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ആ ടൂർ പോകുന്ന ഒരു പൊലിവുണ്ടല്ലോ, അതിങ്ങനെ കട്ടക്ക് തലക്ക് പിടിച്ചിരിക്കുകയാണ്. എന്റെ ആ ഒരു ഹാങ് ഓവറും ഉണ്ടാവൂലോ. പിന്നെ എവിടെ എത്തിയാലും ഇന്ത്യ കെട്ടിയൊരു ലോട്ടറി മേടിക്കണം, അത് നിർബന്ധമാണ്. ഏട്ടൻ ലോട്ടറി കട തപ്പി നടക്കുകയാണ്. കൂട്ടത്തില് വൈകുന്നേരം തിന്നാളതും മേടിക്കണം കേട്ടോ. നമ്മള് 4:30 നേത്രാവതി എക്സ്പ്രസിനാണ് പോവാണത്. അപ്പൊ നമ്മള് വൈകിട്ട് ചപ്പാത്തി പിന്നെ എന്തെങ്കിലും ഒരു കറി മേടിക്കാന്ന് കരുതി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടാന്നൊക്കെ ഓർത്തയാണ്. പക്ഷെ സാധനങ്ങൾ എടുത്ത് വെക്കണേന്റെയും പോരുന്ന ആ ഒരു തിരക്കിലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. വൈകിട്ട് കഴിക്കാൻ മേടിച്ച ചപ്പാത്തിയുടെ കൂടെയുള്ള കുറുമയുടെ റേറ്റ് കേട്ട് ഷോക്ക് അടിച്ച് ഡയലോഗ് അടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഗോവയിൽ പോയ കറികളുടെ റേറ്റ് കേട്ട് ഞങ്ങള് അരാഹരപ്പെട്ട് നിക്കുന്നു. അതാണ് അടിച്ചു കഴിഞ്ഞാ എങ്ങടെ അടുത്ത ട്രിപ്പ്? പിന്നെ ആലോചിക്കണ്ട, എവിടെ പോയാലും എടുക്കേ. ടിക്കറ്റ് എടുക്കാത്ത പരിപാടിയില്ല. ട്രിപ്പ് പോവാൻ തയ്യാറായപ്പോഴേ ഞാനിങ്ങനെ ബുക്കിൽ എഴുതി ഓരോ സാധനങ്ങൾ കണക്ക് കൂട്ടുമായിരുന്നു. ഒന്നും മിസ്സാവരുത് എന്ന് ഓർത്തിട്ട്. ഇന്നിട്ട് മിസ്സായത് എന്താണെന്ന് അറിയോ? സ്നാക്സും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചേക്കണെന്ന് ഓർത്തയാണ്, മറന്നുപോയി. അപ്പൊ നമ്മൾ ഷൊർണൂരിൽ നിന്ന് കുറച്ച് ചിപ്സും മുറുക്കും അതുപോലെ ഉണ്ണിയൊക്കെ ഇഷ്ടമുള്ള കേക്കും ലൈസും അങ്ങനെ എന്തൊക്കെ കുറച്ചൊക്കെ മേടിച്ചിട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ മുന്നേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. ഇടയില് നമ്മുടെ പുറകെ 1-2 ആള് വന്നിട്ട് രമേശ് ചേട്ടൻ നോക്കിട്ട് ഇപ്പൊ കാണാറില്ലല്ലോ, എവിടെയാ ആ രീതിക്കൊക്കെ സംസാരിച്ചായിരുന്നു കേട്ടോ. പൈസക്കൊക്കെ വരൂലേ അങ്ങനത്തെ ആൾക്കാരായി. ഞാൻ പറയും, നിങ്ങൾ ഇതിന്റെ മുന്നേ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അല്ലാതെ ആ സായം അങ്ങനെ പറയുവോ? നിക്കടോ അവിടെ. വണ്ടിയിലൊന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഗോവയ്ക്ക് വണ്ടി കയറുള്ളൂ. ഇങ്ങോട്ട് നോക്കൂലേ, സത്യം പറയുന്നു. കണ്ടമാനം വരികയ്ക്ക് പേടിയാണ് കേട്ടോ. അപ്പൊ എന്താട്ടോ മൈൻഡ് ആക്കാതെ ഓടുക അല്ലേ? ആ ചില്ലറ ഉണ്ടോ ഇതിന്? ഉണ്ടോ? മേത്ത് തൊടുവോ? മേത്ത് തൊടുവോ? പൈസ ചോദിച്ചു വരുന്നത് പോട്ടെ, മേല് തൊടുന്നൊക്കെയാണ് ഏട്ടൻ പറയണത്. ചിലർ പിടിക്കുന്നൊക്കെ. അത് കേട്ടപ്പോ ടെൻഷനായി. അപ്പോഴേക്കും ആദ്യം അച്ഛൻ ഇറങ്ങി. പിന്നെ മേത്തൊട്ട എന്റെ വിധം മാറും, അങ്ങനെ മാറും. അമ്മ ഒന്നും ഉണ്ടാണ്ട് വയ്ക്കും, ഞങ്ങൾ ഉണ്ടാകുമ്പോ അമ്മ പേടിക്കണ്ടൊക്കെ പറഞ്ഞ് എന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് എനിക്ക് ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഇതെല്ലാം കൂടെ ഷോർട്സും മറ്റുമൊക്കെ ആക്കി നിങ്ങളെ എന്തോരം വെറുപ്പിക്കാനുള്ളതാണെന്ന് അപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പാക്കേജിലൊക്കെ നമ്മള് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു വിധ
ടെൻഷനും ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തൊട്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ടുള്ള ടിക്കറ്റ് വരത്തേക്കും ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അവര് ചെയ്തു തരും. ഇപ്പൊ ട്രെയിനിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തുള്ള സീറ്റുകളൊക്കെ കിട്ടണം എന്നായിരിക്കുമല്ലോ നമ്മള്. അപ്പൊ നമ്മൾ 2 പേരോ 3 പേരോ 4 പേരോ ഒക്കെ പോകുമ്പോൾ മാക്സിമം ടിക്കറ്റ് ഒക്കെ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ അതിലൊന്നും കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കതൊക്കെ നോക്കിയും കണ്ടു അറിഞ്ഞാണ് സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ സീറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തൊട്ട് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇതാ ട്രെയിൻ കയറാൻ പോവാണ്. നമ്മുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 12-ാം തീയതി വൈകിട്ട് 4:30 ട്രെയിനാണ് നമ്മൾ പോണത്. 13-ാം തീയതി രാവിലെ അവിടെ എത്തൂലോ. പിന്നെ തിരിച്ചു വരുന്നത് 15-ാം തീയതിയാണ് കേട്ടോ. 15-ാം തീയതി വൈകിട്ട് 16-ാം തീയതി രാവിലെ തിരികെ എത്തുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ടൂർ പാക്കേജിന്റെ ടൈം വരുന്നത്. അപ്പൊ അതാ നമ്മൾ നമ്മളുടെ കമ്പാർട്ട്മെന്റിൽ കയറി സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നമുക്ക് താഴത്തെ 2 സീറ്റും പിന്നെ ഏറ്റവും മുകളിലത്തെ 1 സീറ്റും പിന്നെ നടുവിലെ 1 സീറ്റും അങ്ങനെയാണ് 4 സീറ്റ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും താഴെ കിടക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ നടുവില് അച്ചൂസ്, അതിന്റെ തൊട്ടു മേലെയായിട്ട് ഏട്ടനും ആദ്യം. അങ്ങനെയൊക്കെയാണ് സീറ്റ് അറേഞ്ച് ചെയ്ത്. വണ്ടിയിൽ കയറി ഇരുന്ന പാട് തന്നെ നമ്മൾ സ്നാക്സ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, യാത്ര പകുതിയാകുമ്പോ വല്ലയിടത്ത് കുറയ്ക്കാടാന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കി ഉണ്ടായിരുന്നു വരാന്. വലിയടയില് കളിയാക്കുണ്ടെങ്കിലും ഞാനും കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അതില് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ലേ. നമ്മളുണ്ടല്ലോ ഈ സഞ്ചാർ ഗ്രാൻഡ് ട്രാവൽ കമ്പനിയിൽ പാക്കേജ് സെലക്ട് ചെയ്യുമ്പോൾ ട്രെയിനിൽ ടിക്കറ്റ്, സ്ലീപ്പർ ടിക്കറ്റ് മാത്രമല്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല് ടാക്സിയില് പിക്കപ്പും അവര് തന്നെ ചെയ്യും. അതുപോലെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞാല് നമ്മളതിനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പും അവര് തന്നെ ചെയ്യും. അപ്പൊ യാത്രയുടെ കാര്യമൊക്കെ നല്ല സേഫ് ആണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭാഷ വേറെ ഒന്നും അറിയില്ലേ. ഇന്നമാരിയുള്ളവർക്കൊക്കെ മലയാളം തന്നെ മെനക്കറിയൂല. പിന്നെ ഇപ്പൊ കുറച്ച് ഇംഗ്ലീഷ് അവിടെ കുറച്ച് ഹിന്ദി അവിടെ മംഗ്ലീഷ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അന്യനാട്ടിൽ പോയി വിളമ്പി കഴിഞ്ഞാൽ അവര് നമ്മളെ അടിമുടി ഒന്ന് നോക്കും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഒരു പാക്കേജ്, സേഫായ ജെന്യൂനായ ഒരു പാക്കേജിൽ ട്രിപ്പ് പോകണയാണ്. പാക്കേജ് ബുക്ക് ചെയ്യുമ്പോ തന്നെ നമുക്ക് മലയാളം മാത്രമേ അറിയുമെങ്കിൽ അത് അവരുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആവുമ്പോ നമ്മളെ സഹായിക്കാന് മലയാളം അറിയുന്ന ഒരു ടൂർ മാനേജർ ഉണ്ടാവും. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് 24 മണിക്കൂറും കസ്റ്റമർ സർവീസും അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. നമ്മൾ അങ്ങോട്ട് വിളിക്കണമെന്നില്ല, അവർ തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കാനും അതുപോലെ തന്നെ നമ്മൾ എവിടെ വേണേ ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ടാക്സി വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടും ഒക്കെ നമ്മളായിട്ട് ഒരു കോണ്ടാക്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ആ വക യാതൊരു ടെൻഷനും വേണ്ട. ദൂരെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ നമുക്ക് ഉണ്ടാവൂലേ, ദൈവം എവിടെ ഇപ്പൊ ഇറങ്ങുക, ഇറങ്ങി കഴിഞ്ഞാൽ ഏത് ടാക്സിയിലപ്പോ കയറുക, ഇനിയിപ്പോ ആ ടാക്സി സേഫ് ആണോ, ഡ്രൈവർ ഓക്കെ ആയിരിക്കും വെച്ചാൽ നമുക്ക് പറ്റുന്ന ആളായിരിക്കും. എങ്ങനത്തെ ആൾക്കാരെന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒട്ടനവധി ടെൻഷൻസും നമുക്ക് ഉണ്ടായിരിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ലോങ് ട്രിപ്പ് പോകുമ്പോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പാക്കേജിൽ പോകുമ്പോ അത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് ഹാപ്പിയായി ജോളിയായിട്ട് അങ്ങനെ പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി ആ സ്പോട്ടില് നമ്മുടെ സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തും കൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങോട്ടും ട്രെയിനില് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാക്ഷീണം ഒട്ടുമില്ല. ട്രെയിൻ യാത്രകൾ അധികം ക്ഷീണം വരുത്തൂലല്ലോ. ഈ ബസ്സിലും അതുപോലെ കുറെ നേരം കാറിലൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് ക്ഷീണം വരും കേട്ടോ. അങ്ങനെ യാത്രാക്ഷീണം വന്നില്ലെങ്കിലും സൗണ്ടിന് പണി കിട്ടി എന്നുവെച്ചാൽ കൂക്കി ആർത്ത് മതിച്ചിട്ടേ ടൂർ പോയി നാട്ടിലെത്തിയെങ്കിലും ഇപ്പോഴും ആ ടൂർ മൂഡ് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ വോയിസ് അങ്ങോട്ട് കൊടുക്കാച്ചാണ്. സൗണ്ട് ക്ലിയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ മൂഡൊക്കെ അങ്ങ് മാറുമല്ലോ. നമ്മള് ഷൊർണൂരിന്ന് കേറിയിട്ട് തിവിം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇറങ്ങണത്. അവിടേക്ക് പിന്നെ കാർ വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുത്ത ട്രെയിൻ ടൈം അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഉച്ചരിങ്ങ ഒരു 4-4:30 ഒരു 4:15 കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി വന്നെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പകലത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാറായി മടുക്കാതെ. നമ്മൾ നേരം വെളിച്ചാകുമ്പോഴാണ് ട്രെയിനിൽ കയറുന്നെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാൽ ചിലപ്പോ മട്ടിക്കുമല്ലോ. പണ്ട് കുറെ മുന്നേ ചെന്നൈയിലൊക്കെ പോയൊരു ഇതേ ഉള്ളൂ കേട്ടോ എനിക്ക്. ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും മുഖമൊക്കെ കാടായും. കാരണം കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കണമല്ലോ. ഈ താഴത്തെ സീറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കിടക്കാനൊക്കെ പാടായിരിക്കും. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉച്ചരിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ട്രെയിനിലിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാണാനായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇരുട്ടായി. പിന്നെ കഴിക്കലെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കാറുമായി. 2-3 കൊല്ലം നമ്മള് ചെന്നൈയിലൊക്കെ നിന്നെയാണ്. അത് ഈ പറഞ്ഞും കൂട്ടി കല്യാണം കഴിഞ്ഞ് ഉണ്ണി ആയതിനു ശേഷമാണ് ചെന്നൈക്ക് പോയത്. അപ്പൊ ഈ ട്രെയിൻ യാത്രയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോലും ഞാൻ ആസ്വദിച്ചിട്ടില്ല കേട്ടോ. ഇത്ര പോലും വെച്ചാൽ ഇപ്പൊക്കെ ഇങ്ങനെ ഏട്ടന്റെ കൂടെ ഇരുന്നിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഞാൻ എന്റേതായ ഒരുപാട് ഹാപ്പിനെസ് ആഘോഷിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യ കുഞ്ഞു ഉണ്ണിയാണ്. അവന് ഏകദേശം 90 കഴിഞ്ഞ് ഒരു 5 മാസം 6 മാസം ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ അവനെയും കൂട്ടിയിട്ട് ഏട്ടന്റെ കൂടെ ചെന്നൈയിലേക്ക് പോയത്. അപ്പൊ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി അവനാണ് കൊടുക്കാമല്ലോ. കുഞ്ഞു കുട്ടിയല്ലേ, അവൻ ഉറങ്ങുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ നിൽക്കും. അല്ലാത്തുമ്പോ അവനെ കളിപ്പിക്കും ഞാനും ഏട്ടനും കൂടെ. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ ഒരു സമയമൊന്നും ഒട്ടും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവന്മാര് വലുതായി. അവന്മാരാണെങ്കിൽ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആണ്. അമ്മയും അച്ഛനും എൻജോയ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് പോകും, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിരിക്കാന്ന് പറഞ്ഞാൽ അവര് ഗെയിം കളിക്കുകയും സംസാരിക്കുകയും ഞങ്ങളെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് നല്ല വൈബ് ചെക്കന്മാരാണ് കേട്ടോ. നമ്മളെ അങ്ങ് ഫ്രീ ആക്കി വിട്ടു. ഞാൻ എന്റെ കെട്ടിയവന് ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും ഒരു ഹണിമൂണിനൊക്കെ പോകുന്ന മാതിരി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് കേട്ടോ ഈ യാത്ര ചെയ്തത്. ഞാൻ എന്റെ കെട്ടിയവന്റെ അടുത്ത് പറയുമായിരുന്നേ, നമ്മള് ഇത്രയും അടുത്തിരുന്ന് ഇങ്ങനെ ഇത്രയും നേരം സംസാരിച്ചിട്ട് എത്ര കാലായി നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടോ എന്നുള്ളത്. കാരണം കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും ഏട്ടന് ട്രിപ്പായി, ഓട്ടോ ആയി. വൈകിട്ട് പിന്നെ പണി മാറ്റി വന്നു കഴിഞ്ഞാലുള്ള അംഗം വേറെ ആണല്ലോ. ക്ഷീണോ അതും ഇതും കഴിക്കലും മറ്റും കഴിയുമ്പോഴത്തേക്കും കിടക്കാറായി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളൊരു സംഭവം എത്ര കാലം മുന്നേ നടന്നാന്ന് എനിക്കറിയൂല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ലൈഫിലില്ലേ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ജീവിതമല്ലേ. എന്നാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ മാത്രമുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശരിക്കും നമ്മള് എന്താ പറയാ, നമ്മുടെ കൂടെയുള്ളവര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളുമായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ. നോർമൽ അവസ്ഥയിൽ നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഏറെക്കുറെ സാധാരണ പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ആർക്കും ആരെയും ഗൗനിക്കാനൊക്കെ പറ്റാത്തതാണ്. കൊല്ലത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ പോവാൻ പറ്റുവാണെങ്കിൽ ശരിക്കും നമുക്ക് അതൊരു സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു വലിയൊരു നല്ല മാർഗമാണ് കേട്ടോ. എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ട്രിപ്പിന് പോവാച്ചാൽ നടക്കില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാം തികച്ചിലൊരു സമയമാവും ഇതിന്. അപ്പോ ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇനി ഒരു 1 ഡേ ട്രിപ്പ് എങ്കിലും എല്ലാവരും ഒരു 1 ഇയർ കൂടുമ്പോ എങ്കിലും പ്ലാൻ ചെയ്യുക നമ്മുടെ ഫാമിലി ആയിട്ട്. അത് നമ്മുടെ ഫാമിലിയുടെ ബോണ്ട് കൂട്ടാനും നമുക്ക് ഒരുപാട് ഡ്രീം ചെയ്യാനും ഒക്കെ പറ്റുന്ന നിമിഷങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും കൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ, ഒന്നുകൂടെയൊക്കെ കൂടുതൽ സ്നേഹിക്കാൻ ഒക്കെ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോവാനും അവനവൻ്റെതായ എല്ലാ സന്തോഷങ്ങളും കൈവരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ അതിമനോഹരമായ യാത്ര അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, ബേജാറാവണ്ട, ഭാഷ അറിയാത്ത പ്രശ്നമൊന്നും ഇല്ല. കാരണം നമ്മൾ പോണത് ഒരു പാക്കേജിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യത്തിൽ അവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കി. പിന്നെ എന്റെ കൂട്ടുകാരെല്ലാം പോയിട്ടുണ്ട് ഈ ഒരു പാക്കേജിൽ. ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്കേജ് ട്രിപ്പിന് ഓക്കെ ആയിട്ടുള്ളത്. നിങ്ങൾ ബേജാറാവല്ലേ, ടെൻഷൻ അടിക്കലൊക്കെ പറയുണ്ടായിരുന്നു. ഏട്ടന് ഇന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു 7-8 മണിയൊക്കെ ആവുന്ന വരത്തേക്കും. കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മളടുത്ത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ടാവുമ്പോഴത്തേക്കും ഞങ്ങളുടെ ടീമിലെ ആരെങ്കിലും മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളത്. അപ്പോ വൈകിട്ട് വരെ ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുന്നതിന്റെ. അവരെന്താ വിചാരിക്കുന്നത്, നമ്മൾ ട്രെയിനിൽ കയറി ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് വിളിക്കാന്നുള്ളതാണ്. പക്ഷെ എന്റെ ഏട്ടൻ ഇതൊന്നും അറിയൂലല്ലോ. ഏകദേശം ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും നമ്മളെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ അടുത്ത് എങ്ങനെയുണ്ട് യാത്ര, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അതുപോലെ ഏകദേശം ഏത് സമയത്തേക്കാണ് നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നത്, എപ്പോഴൊക്കെയാണ് തിരുമ്മിൽ എത്തുന്നത് എന്നും ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്കതിൽ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു ടൈമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഞങ്ങളൊരു 5:38 ആ ഒരു ടൈമിലാണ് അവിടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു 5:38 എത്തുക എന്നുള്ളതാണല്ലോ കാണിക്കണേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, തിവിമിന്റെ തൊട്ട് മുന്നേ മഡ്ഗോ എന്നുള്ള ഒരു സ്ഥലം എത്തും. ആ ഒരു സ്ഥലം എത്തി ഒരു ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും കാർ ഡ്രൈവറെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചേക്കണേ, എന്ന് വെച്ചാൽ അവർക്ക് ജസ്റ്റ് അവിടെ വന്ന് നിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓക്കെ അങ്ങനെ വിളിക്കാന്നും പറഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർ വിളിച്ച സമാധാനത്തിൽ നമ്മളിങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് കുറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ കാര്യങ്ങള് കേട്ടോ. അപ്പൊ ഞാനതൊക്കെ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചപ്പാത്തി കഴിച്ചായിരുന്നേ. ചപ്പാത്തിക്ക് കുറുമയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ട് ഒരു കുറുമ കേട് വന്നായിരുന്നു. പച്ചപ്പട്ടാണിയും അതുപോലെ ബീൻസ് ഒക്കെ ഇട്ടൊരു കുറുമ. വേറൊരു കറിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് അതെല്ലാം അങ്ങനെ ഒരു പാത്രത്തിൽ കറി വെച്ച് ബാക്കി ചപ്പാത്തി കവറിലായിരുന്നു. അതിനെടുത്ത് ഒപ്പി അങ്ങനെയൊക്കെ കഴിച്ചു. തൽക്കാലം ഒരു വിശപ്പ് ശമനത്തിനും വേണ്ടിയിട്ട്. ഉണ്ണിയോളം ഒരു 3-4 ഒക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും 2 കഴിച്ചുള്ളൂ. ഈ ഫ്രൂട്ട്സും അതുപോലെ ബേക്കറി സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വലിയ രീതിക്ക്
വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. ചില ആൾക്കാരൊക്കെ ഉറങ്ങി, ചില ആൾക്കാർ ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളെന്തായാലും കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. പക്ഷെ ഇക്കുണ്ടല്ലോ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും, നമ്മളെ പേടിപ്പിക്കുന്ന കുറച്ച് പേരുണ്ടാവും, നമുക്ക് ധൈര്യം തരുന്ന കുറച്ച് പേരുണ്ടാവും. അതിൽ കുറച്ച് പേര് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് നമുക്ക് ജസ്റ്റ് ശ്രദ്ധിക്കണം എന്നുള്ള പോലെയല്ല. ട്രെയിനിൽ അങ്ങനെയാ ഇങ്ങനെയാ, അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മണ്ടയ്ക്കകത്ത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ടെൻഷൻ വരും. അപ്പൊ എനിക്ക് ആ കിടക്കുന്ന നേരമായപ്പോഴത്തേക്കും ടെൻഷൻ വന്നു. അയ്യോ ദൈവമേ, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സേഫ് ആണ്, നമ്മുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കയ്യിലൊന്നും നമ്മൾ വെക്കൂലോ. പക്ഷെ മൊബൈല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം. ഒരു 1.5-2 മണിക്കൂർ ഉറങ്ങിയെങ്കിലായി, അത്രേ ഉള്ളൂ. ഏട്ടനും ഉണ്ണികളൊക്കെ കിടന്നു. ഏട്ടൻ കുറച്ചു നേരം കൂടെ നടക്കും, കുറച്ചു നേരം ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഉണ്ണികളൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഏട്ടനും കയറി കടന്ന് ഇത്ര നേരം ഏട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ എന്റെ ബാഗിൽ തലയും വെച്ച് അങ്ങോട്ട് തിരിങ്ങി ഇങ്ങോട്ട് തിരിങ്ങിയൊക്കെ കടന്നു. ഞാൻ പിന്നെ ഓർത്ത് തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷമേ എനിക്ക് മേലേപ്പാത്ത് കടന്നാൽ മതിയായിരുന്നു, എന്നെ എനിക്ക് ഇത്തിരി കൂടെ ഉറങ്ങായിരുന്നു. ഈ താഴെ ഭാഗമായതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. ഈ പറഞ്ഞ കൂട്ടുകാരെ മൈൻഡ് മൊത്തം ഇങ്ങനെ ഒരാളെന്നെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. മാക്സിമം നമ്മൾ ഒരാൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഭയങ്കര പോസിറ്റീവായ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയി പോവും. മാക്സിമം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോൾ നല്ലത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ യാത്രയെ എന്താ പറയാ, ഏത് യാത്രയായാലും എങ്ങോട്ടായാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അല്ലെ. നമുക്ക് ചുറ്റും നമ്മുടെ കണ്ണെപ്പോഴും വേണം, എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്നും വിചാരിച്ച് പേടിച്ച് ബേജാറായി പോയി കഴിഞ്ഞ് നമുക്ക് ആ യാത്രയൊന്നും നല്ലോണം ആസ്വദിക്കാൻ പറ്റൂല. അപ്പൊ അത്തരം നെഗറ്റീവ് പീപ്പിൾസിനെയൊക്കെ നമ്മളുടെ സറൗണ്ടിൽ നിന്നും നമ്മൾ നീക്കി നിർത്തുക, പോസിറ്റീവ് ആയിരിക്കുക എല്ലായ്പ്പോഴും. എന്തായാലും ഒരു 2-2:45 ആയപ്പോ ഉണ്ടല്ലോ എന്റെ ഫോൺ അടിക്കുന്നു. നോക്കുമ്പോ നമ്മളെ ടൂർ മാനേജർ വിക്കിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ടാക്സി വരും കേട്ടോ, പിന്നെ വേറെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടു, ഒന്നും പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നുകൂടെ സമാധാനമായി. 2:40-45 വിളിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളോട് ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ അത്രയും ആത്മാർത്ഥത ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ഏട്ടനും ഒരു സമാധാനമായിട്ടോ, ശരിയാണ്, ഓക്കെ ആണ്, നമുക്കിനി ടെൻഷൻ ഒന്നും വേണ്ട ഒട്ടും എന്നൊക്കെ ഉള്ള ഒരു ഇതെത്തി. അപ്പൊ മഡ്ഗോവിൽ എത്തിയപ്പോ ഏട്ടനൊരു കാപ്പി മേടിച്ചായിരുന്നു. വലിയ സ്വാദൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒപ്പിക്കാം. അങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ചപ്പോ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയേട്ടാ, ഞാൻ ഇന്നലെ ഇട്ട കൺമഷി ഐലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെയാണ്, മാഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അത് ഞാൻ ലിങ്ക് ഒന്നും തരില്ല, കാരണം ഞാനത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ചെയ്തിലും ഷോർട്സിൽ കാണിക്കാട്ടോ എവിടെന്നാ മേടിച്ച, ഏതാണ് ഐറ്റം എന്നൊക്കെ. സൂപ്പറാണ്. എന്തായാലും അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതാ വീണ്ടും കുത്തിരിപ്പാണ്. അപ്പോഴത്തേക്കും ഏകദേശം അപ്പുറമുള്ള മനുഷ്യന്മാരൊക്കെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. അവരുടെയൊക്കെ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ടിവിയും എത്താനായപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറച്ചേരം ഏട്ടന്റെ അടുത്ത് പോയിരുന്ന് പൊന്നാരം പറയുകയാണ്. അപ്പൊ എന്റെ ആദ്യ അച്ചും അതൊക്കെ ഇത്തിരി വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സന്തോഷമായി. ഒരുപാട് സ്റ്റോറി ഇടാം, വീഡിയോസിലൊക്കെ കുത്തിക്കേറ്റാലോ. ബാഗും സാധനങ്ങളും എല്ലാം ഒതുക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം പറയണേ, ഞാൻ ഇങ്ങനെ നിക്കാമേ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇന്നെ കുറച്ച് വീഡിയോ അങ്ങോട്ട് എടുത്ത്. അപ്പൊ അവിടെ നിന്നിട്ട് അൺഎക്സ്പെക്ടഡ് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ പഴയ്ക്കും. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വേഗം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ കാട്ടിയിട്ട് എടുത്തു. കുഞ്ഞേ ഇങ്ങോട്ട് പോര്, സൂപ്പറായി കിട്ടി, ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ സോപ്പിട്ട് മയക്കി അതിനെ പിടിച്ചൊളിച്ചു കൊടുന്നത്. ഇവന്റെ വിചാരം ഇവൻ വലിയ ആരോ ആയിന്നാണ്, അവൻ എല്ലാത്തിനും പോകുന്നു എന്നാണ്. പക്ഷെ എനിക്ക് അതെന്തോ ബോധ്യമായിട്ടില്ല അതുവരത്തേക്ക് കേട്ടോ. മഡ്ഗോവൊക്കെ കഴിഞ്ഞ് തിവിയും എത്താറായിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഞാൻ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ എത്താറായിട്ടുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാ പറഞ്ഞു വെച്ചാ ഇംഗ്ലീഷ് മംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ആക്കി അങ്ങോട്ട് തട്ടിവിട്ടു. എന്തായാലും മൂപ്പർക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടോ. മൂപ്പരോട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് വേഗം വരൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മളടുത്ത് ഡ്രൈവർ പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയാ, ആ ഒരു ഇതിലിരിക്കുകയാണ്. നമ്മളിപ്പോ അവിടെ എത്താൻ പോവുകയാണല്ലോ നിമിഷങ്ങൾ കൊണ്ട്. ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഡ്രീമാണ്, ഞാൻ കണ്ട ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഒരു യാത്ര ശരിക്കും. അതിൻ്റെതായ നല്ല പൊലിവുണ്ടായിരുന്നു. ഞങ്ങക്ക് 4 പേർക്ക് കേട്ടോ. എന്നെക്കാളപ്പുറം സന്തോഷം ഏട്ടനായിരുന്നേ. ഞാനത് ശരിക്കും കണ്ടു തന്നെ ആസ്വദിച്ചു. ഏട്ടനും പൊതുവേ യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്കത് ഇതുവരെ സാധിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ ഏട്ടന് വേണ്ടി ഒരുപാട് യാത്രകളൊക്കെ പോവാൻ എപ്പോഴും പറ്റട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് 3 ഉള്ളതൊക്കെ ഏറ്റവും
ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്താ പറയാ സമയങ്ങളും എന്റെ സന്തോഷങ്ങളുമാണ്. എന്റെ സന്തോഷങ്ങൾ അത്രേ ഉള്ളൂ, അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഒക്കെ. ചേട്ടൻ അങ്ങനെയല്ല, ഒത്തിരി സ്ഥലങ്ങൾ കാണുക, വെറൈറ്റി ഫുഡ് അടിക്കുക, കാഴ്ചകൾ കണ്ട് ഇങ്ങനെ അറുമാന്തിച്ച് നടക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് അത്തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അപ്പൊ അതൊക്കെ സർവേശ്വരൻ സാധിപ്പിച്ച് തരുന്നതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്റെ ഉള്ളിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ടിവിയും എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊക്കണങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിരിക്കണോ, ഏട്ടൻ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിരിക്കണോ. പുറത്ത് നല്ല മഞ്ഞുമൂടി പ്രദേശം പോലെ മഞ്ഞിങ്ങനെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാന്ന് തോന്നുന്നു ഇവിടെ. അതോ ഈ പുലർച്ചെ നേരം മാത്രമാണോ ഇങ്ങനെയെന്ന് അറിയുകയും ചെയ്യില്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഡ്ഗോവൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, മാം വന്നോളൂ, ഞാനിവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല സമാധാനത്തിലാണ് പോണത്. അവിടെ എത്തിയ ഒരു ടെൻഷനും ഇല്ല, നേരെ ചെല്ലുക, നമുക്ക് വണ്ടിയുടെ നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ഒരു നമ്പർ നോക്കിയിട്ട് അതിലോട്ട് കയറുക, നമ്മൾ സേഫ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഒരു പാക്കേജിന്റെ കീഴിലല്ല പോണേന്ന് ഓർത്തോ. നമ്മൾ ഇതുപോലെ ഭാഷ കറക്റ്റ് ആയിട്ട് അറിയില്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ടാക്സി വിളിക്കുന്ന ടാക്സി ഓക്കെ ആണോ എന്ന് വെച്ചാൽ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണോ, നമ്മളെ പറ്റിക്കാൻ കൊണ്ടുപോവാണോ, ഒന്നും അറിയാണ്ട് നമ്മൾ പോകണ്ടേ. എന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാച്ചാൽ അതും അറിയില്ല. ഈ ഫോണിലൊക്കെ നോക്കി മലയാളം ഹിന്ദിയാക്കി ഇംഗ്ലീഷ് ആക്കിയിട്ടൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും മാക്സിമം ഇതുപോലെയുള്ള ഒരു പാക്കേജ്, ജെനുവിനായ വിശ്വസനീയമായ ഒരു പാക്കേജിന്റെ കീഴിൽ ട്രിപ്പ് പോകുന്നതായിരിക്കും നല്ലത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അല്ല എല്ലാ വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവനവന്റെ ഇഷ്ടത്തിന് എങ്ങനെയും ട്രിപ്പ് പോവാം, ഒരു പ്രശ്നമില്ല. നമ്മളെയൊക്കെ പോലുള്ളവരാണെങ്കിൽ ടൂറ് പോകുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ട്രാവൽ ഏജൻസിയുടെ കീഴിൽ ഒരു പാക്കേജ് സെലക്ട് ചെയ്യാനേ പറയുള്ളൂ. എന്താന്ന് വെച്ചാല് എനിക്കുണ്ടായ അനുഭവം, പിന്നെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായ ദുരനുഭവം എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഭാഷ അറിയുമെങ്കിലും മറ്റ് എന്തറിയുമെങ്കിലും നമ്മളെപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കണമല്ലോ. ഓരോ അന്യ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ ഏറ്റവും ബെറ്റർ ഇങ്ങനെയാണ്. കാരണം ഇവരാകുമ്പോഴത്തേക്കും അവർക്ക് അവിടെ കുറെ പരിചയങ്ങളും ബന്ധങ്ങളും ആ നാടിനെ പറ്റിയും ഒക്കെ അറിയാം. അപ്പൊ നമുക്ക് അവർ പറഞ്ഞു തരും. ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ നമ്മളിങ്ങനെ ഓരോരുത്തർ അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷെ നമ്മൾ ആ സ്പോട്ടിൽ നമ്മുടെ ടൂർ മാനേജറെ വിളിക്കും. അവരിങ്ങനെ പറഞ്ഞു അതിന് പോണോ, അപ്പൊ നമ്മുടെ ടൂർ മാനേജർ പറയും അത് വേണ്ട, അതൊക്കെ അവർ വെറുതെ ഓരോ കമ്മീഷൻ തട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി, ഇത് ഇന്ന പോലെയാ, അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ സ്റ്റേ വന്നിട്ട് കല്ലൻകോട്ടാണ്. കല്ലൻകോട്ട് ബസ് സ്റ്റാൻഡിന്റെ ഏകദേശം അടുത്ത് ഒരു സായ് സാഗർ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെയാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. ഇത് വന്നിട്ട് ടൗൺ ഏരിയയാണ്. ടൗണിൽ നിന്ന് ഒരു 0.57 കിലോമീറ്റർ ദൂരം അങ്ങനെ എങ്ങാണ്ടോ ഉള്ളൂ. എന്താ പറയാ, സ്കെറൈക്കോ ബൂട്ടിക് റിസോർട്ട്സ് അങ്ങനെ എന്തോന്നാണ് പേര്. ഞാൻ പറയുന്നതിലൊക്കെ ചിലപ്പോൾ പല മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അന്ന് കേട്ട കാര്യങ്ങളെല്ലാം കണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചും കൊണ്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ഒരു റൂമിൽ ഞാൻ താമസിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ഭംഗിയുള്ള വൃത്തിയുള്ള നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു റൂമായിരുന്നു അത്. കെരൈക്കോ ബൂട്ടിക് എഴുതിയതിന്റെ നേരെ മേലെയുള്ള റൂമില്ലേ, ആ കുഞ്ഞു ബാൽക്കണി ഒക്കെ ഉള്ള, നിങ്ങള് പറഞ്ഞാ വിശ്വസിക്കുക അറിയില്ല. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് നിന്നപ്പോഴേ ഓർത്തു ആ റൂം മതിയായിരുന്നു എന്ന്. അതന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗി വൃത്തിയൊക്കെയുള്ള ടോയ്ലറ്റും ഒക്കെയാണ്. ഭംഗി എന്ന് വെച്ചാൽ റൂമിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ടോയ്ലറ്റിനല്ല. വൃത്തിയല്ലാടോ ഒരേപോലെ ആയിരുന്നു. പിന്നെ എല്ലാവിധ നൂതന സൗകര്യങ്ങളും ഉണ്ട്, TV ഉണ്ട്, AC ഉണ്ട്. എനിക്ക് ഈ റൂമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കർട്ടൻ സൈഡ് ബാൽക്കണി, പിന്നെ ആ മിററും ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാക്സിമം ഞാൻ എന്തോരം വീഡിയോസ് ആണ് ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെയ്തതെന്ന് എനിക്ക് എന്നെ അറിയൂല കേട്ടോ. അപ്പൊ ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ഇടുകയാണ്. എല്ലാം കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് ബോറടിക്കുന്നില്ലേല് നമ്മുടെ ബാക്കി ഗോവ വൈബ് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അതിലും കൂടെ ഒന്ന് കമന്റ് ആക്കിയേക്കണേ. അപ്പൊ നമ്മുടെ ഗോവയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വന്നേമ്പാട് നമ്മള് പെട്ടിയും പ്രമാണൊക്കെ അവിടെ വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ബാക്കി കലാപരിപാടികളിലേക്കൊക്കെ കടന്നത്. ബാൽക്കണി ഇതാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പെയിന്റും ഇതിന്റെ ഒരു എല്ലാം അടിപൊളിയാ. ഈ ഒരു ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് തന്നെയാണ് എപ്പോഴും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ചായയൊക്കെയാണ് അവിടുത്തെ. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.